മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു സൂപ്പർ സ്പെഷ്യൽ സാധനമാണ് മൾട്ടിപർപ്പസ്. സമയവും ലാഭം, പിന്നെ അധ്വാനവും ലാഭം, ഇരട്ടി ലാഭം കൊയ്യാവുന്ന ഒരു എന്താ അതിന് പേര് പറയേണ്ട, ഒരു മാർബിൾ കേക്ക് പോലത്തെ ഒരു നല്ല ഭക്ഷണ പദാർത്ഥം. അത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാം. അതിനകത്ത് എല്ലാ ആവശ്യ ഇൻഗ്രീഡിയൻസും ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അത്യാവശ്യത്തിന് ഷുഗറുണ്ട്, പ്രോട്ടീനുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം അത് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നതെന്നോ, അത് നമ്മൾ ക്യാരറ്റുണ്ട്, ചീരയുണ്ട്, പിന്നെ അരിപ്പൊടി, ജീരകം, ഉപ്പ്, തേങ്ങാപ്പീര, ഇത്രയും സാധനം മതി. അത്രയും സാധനം വെച്ച് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഹലോ മന്ന വ്യൂവേഴ്സേ, ഇന്ന് മന്ന വീഡിയോയിൽ ഒരു കിടിലൻ ഭീമൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയാലോ. അത് ഉണ്ടാക്കാനായിട്ട് ഇത്തിരി നല്ല ഇൻഗ്രീഡിയൻസാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അരിപ്പൊടി, ഇത്ര അരിപ്പൊടി മതി, ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ചെല്ലാതിരിക്കാനായിട്ട്. ഇത് നമ്മുടെ ഉപ്പ്, ജീരകം, ഇത് മൂന്നും കൂടെ തിരുമ്മി വെക്കണം. അതിനുശേഷം ഇതിലോട്ട് ചേർക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നു, ക്യാരറ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് തിരുമ്മിയതിന് ശേഷം ഇതിൻ്റെ നേർ പകുതി എടുത്ത് ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്യണം, പകുതി ചീര ചേർത്ത് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭീമൻ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് മൂന്നും തിരുമ്മി പിന്നീട് ഇത് രണ്ടും ചേർത്ത് തിരുമ്മി കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലെപ്പോഴും സുലഭമായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളാണല്ലോ. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഉടനെ മാർക്കറ്റിൽ പോകുകയോ അല്ലെങ്കിൽ ഷോപ്പിൽ പോകുകയോ ഒന്നും ആവശ്യമില്ല. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചേച്ചാൽ മതി. പിന്നെ ഇങ്ങനെ റെഡിയാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം, ഇതിന് വെള്ളം വേണ്ട. നമ്മൾ പുട്ടുപൊടി എപ്പോഴും വെള്ളം വെച്ചല്ലേ നനയ്ക്കുന്നത്. ഇതിന് വെള്ളം വേണ്ടാത്ത എന്താണെന്നറിയാവോ, വെള്ളമുള്ള ക്യാരറ്റും നല്ല ജലാംശമുള്ള ചീരയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈലി ഓർഗാനിക്കാണ് ഈ ഫുഡ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്യണം. ഇന്നാളെ എന്നോട് 1-2 പേര് ആവശ്യപ്പെട്ടു ഇതൊന്ന് ഉണ്ടാക്കി കാണിക്കാവോ എന്ന്. അതുകൊണ്ടാണ് ഇന്നിത് ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഷൂട്ടിങ്ങും പ്രിപ്പറേഷനും എല്ലാം തന്നെയാണ്. ക്യാരറ്റും അരിപ്പൊടി മിക്സറും കൂടെ ചേർത്ത് മിക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാക്കി ഇരിക്കുന്ന അരിപ്പൊടി, ഉപ്പും ജീരകവും ചേർത്തത് ചീര ചേർത്ത് മിക്സ് ചെയ്യാം. ക്യാരറ്റിനും ചീരയ്ക്കും വെള്ളമയമുള്ളതുകൊണ്ട് വെള്ളം ചേർക്കേണ്ടി വരില്ല. മിക്സ് ചെയ്ത് വരുമ്പം പുട്ടുപൊടി പരുവം അല്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് നമ്മുടെ പുട്ടുപൊടിക്കകത്തോട്ട് ക്യാരറ്റ് ഇട്ട് മിക്സ് ചെയ്തു. നല്ല സോഫ്റ്റാണ്, കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റാണ്. ഒരു തുള്ളി പോലും വെള്ളം ആവശ്യം വന്നില്ല. ഇനി ചീര ചേർത്ത പുട്ടുപൊടി മിക്സ് ചെയ്യാനായിട്ട് മിക്സിയുടെ ബൗളിലോട്ട് മാറ്റി അത് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും നേരമൊക്കെ ചെയ്തത് പ്രീ പ്രിപ്പറേഷനാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്ക് ചെയ്തു വയ്ക്കാം. ചീര, അതുപോലെ തന്നെ ക്യാരറ്റ്, അരിപ്പൊടിയെല്ലാം ശരിയാക്കി വയ്ക്കാം. പിന്നീട് ആ ഉണ്ടാക്കുന്ന പ്രക്രിയ അതൊരു പ്രത്യേകതയാണ്. കാരണം സാധാരണ നമ്മൾ ചിരട്ടയ്ക്കകത്തോ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള സ്റ്റീൽ പാത്രത്തിലോ ആണ്. ഇത് ഈ വലിയ പാത്രത്തിലായതുകൊണ്ട് നല്ല സുഖമാണ്. ഇതിനകത്ത് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് 2 സ്റ്റെപ്പാണ്. ഒന്ന് ചീര ചേർത്തുണ്ടാക്കുന്നതും 2 ക്യാരറ്റ് ചേർത്തുണ്ടാക്കുന്നതുമായിട്ട് 2 തരത്തിൽ പൊടി 2 മിക്സ് ഉണ്ടാക്കി വെക്കണം. പിന്നീട് നമ്മൾ നമ്മുടെ കലാബോധം അനുസരിച്ച് നമുക്കതിനെ ലെയർ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോഴാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. എല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ടേസ്റ്റും വേണം, ഇച്ചിരി ബ്യൂട്ടിയും വേണമല്ലോ. ആസ്വദിച്ച് കഴിക്കണ്ടേ നമുക്കിത്. സൂപ്പർ സോഫ്റ്റായ ചീര പുട്ടുപൊടി റെഡിയായി, ക്യാരറ്റ് പുട്ടുപൊടി റെഡിയായി, ചേർത്ത് ഉണ്ടാക്കുവാനുള്ള തേങ്ങാപ്പീരയും സ്വല്പം ക്യാരറ്റും റെഡിയാണ്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ പോകുന്ന പ്രക്രിയ കാണിക്കും. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. പുട്ടുപൊടി സ്റ്റീം ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് പാത്രം കണ്ടോ, ഭീമൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ആളുകൾ കൂടുതൽ വരുമോ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണമെന്ന് തോന്നുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ലെയർ ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. ആദ്യം തന്നെ തേങ്ങാപ്പീര ഇടണം, പിന്നീട് ഒരു സ്വല്പം ക്യാരറ്റ്
സ്ക്രേപ്പ് ചെയ്തത് ഇടുക. അതിനുശേഷം പച്ചച്ചീര ഇടാം. ഒരു ലെയർ പച്ചച്ചീര ഇട്ട് അത് കവർ ചെയ്യാം. അപ്പോൾ ചീരയുടെ ഒരു ലെയർ കഴിഞ്ഞു. ഇനി അടുത്തത് സ്വല്പം കൂടെ തേങ്ങാപ്പീര ഇടാം, ക്യാരറ്റ് ഇടാം, ഇനി ക്യാരറ്റിൻ്റെ ഒരു ലെയർ ഇടാം. ഇത് വേവിക്കാനായിട്ടുള്ള സ്റ്റീം ചെയ്യാനായിട്ടുള്ള അപ്പച്ചമ്പ് ഇതാ അടുപ്പിൽ സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കണം. ശേന്ന് ശബ്ദം കേൾക്കാമല്ലോ. ഇതൊരു ഉഗ്രൻ ലെയർ പുട്ടാണ്. ഭീമൻ പാത്രത്തിലായതുകൊണ്ട് നമുക്കിഷ്ടം പോലെ ചെയ്യാമല്ലോ. ഇനി അടുത്തത് തേങ്ങാപ്പീര ഇടുന്നു, സ്വല്പം ക്യാരറ്റ് ഇടുന്നു, പിന്നെ നമ്മുടെ ചീര മുഴുവനായിട്ടും ഇടുന്നു. പിന്നീട് തേങ്ങാപ്പീര ഇടുന്നു, ചീര ഇടുന്നു, ക്യാരറ്റ് ഇടുന്നു. പുട്ടുപൊടിയുടെ ചീര ക്യാരറ്റ് ലെയറിങ് കഴിഞ്ഞു. ഏറ്റവും മുകളിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടി തേങ്ങാപ്പീരയും ചക്ക അരിഞ്ഞതും ചക്കപ്പഴം അരിഞ്ഞതും ചേർത്ത് ഇനി ഇത് സ്റ്റീം ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റീമറിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. സ്റ്റീമർ ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികം ആവി കയറരുത്. അധികമായി പോകുമ്പോഴാണ് ഇന്നാളെ എനിക്ക് പറ്റിയതുപോലെ ചീരയുടെ കളറ് മുഴുവൻ നഷ്ടപ്പെടും. ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. ഉണ്ടോ നല്ല ആവി പറക്കുന്ന ഭീമൻ ചിരട്ടപ്പുട്ട്, ചീര ക്യാരറ്റ് ചക്കപ്പുട്ട് ഇതാ റെഡിയായി കഴിഞ്ഞു. ഭീമൻ ചിരട്ടപ്പുട്ട് റെഡിയായത് കഴിക്കാം. അതിൻ്റെ കൂടെ നല്ല ബ്രൂ കോഫി, മുട്ട, ചെറുപയർ, പിന്നെ മീൻകറി കൂടെ ഉണ്ട്. മീൻകറിയോ പഴമോ വേണമെങ്കിൽ ചേർത്ത് കഴിക്കാം. ഇതൊരു നല്ല സമീകൃത ആഹാരമാണ്. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ മുട്ടയ്ക്കകത്തെല്ലാം ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു സമീകൃത ആഹാരം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ഡിഷ് അല്ലെങ്കിൽ മാർബിൾ പുട്ടെന്ന് പറയാം അല്ലേ. അങ്ങനെ മാർബിളിൻ്റെ ഒരു നിറവും കളറും ഒക്കെയാണല്ലോ ഇതിന്. ടേസ്റ്റ് നല്ല സൂപ്പറാണ്. ഇനി ഇതിനകത്ത് ഒന്നും വേണമെന്നില്ല, കാരണം എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. മിക്സ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് ചീരയും അതുപോലെ തന്നെ ക്യാരറ്റും ആ പൊടിക്ക് ചേരുന്ന പാകത്തിനായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അല്ല അത് വെള്ളം ഒഴിക്കാതെ തന്നെ അത് മിക്സ് ചെയ്ത് കിട്ടണം. പൊടിക്കുമ്പം മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി വെള്ളം കുറവാണെങ്കിൽ ശകലം ക്യാരറ്റും കൂടി ചേർക്കുക, അല്ലെങ്കിൽ ശകലം ചീരയും കൂടെ ചേർക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്റ്റീം ചെയ്യുമ്പോൾ ഓവർ സ്റ്റീം ചെയ്യരുത്. ഓവറായി പോയാൽ ചീരയുടെ കളറ് മാറും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 1-2 പേര് എന്നോട് പറഞ്ഞു, ടീച്ചറെ ആ ചീരയുടെ കളറ് മാറിപ്പോയല്ലോ. ആക്ച്വലി ചീരയുടെ കളറ് മാറിയതല്ല, ചീരയുടെ കളറ് കറക്റ്റായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീനാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഇടാം. ഫോട്ടോ കറക്റ്റ് നല്ല ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ, മറക്കരുത്. കാരണം അത്ര നല്ല ഒരു ഡിഷാണ്. കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഭീമൻ മിക്സ്ഡ് പുട്ട്. ചീര, അതുപോലെ തന്നെ ചക്കപ്പഴം, ക്യാരറ്റ്, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. സോ ബ്യൂട്ടിഫുൾ.
ഈ ഫോട്ടോയിൽ എന്താണോ ചീരയുടെ ആ പച്ച കളറ് ക്ലിയറായിട്ട് കാണുന്നില്ല. നല്ല പച്ച നിറമുണ്ട് ചീരയ്ക്ക്. പക്ഷേ ഇത് ഫോട്ടോയിൽ വരുമ്പം വേറെ ഒരു ഡിമ്മായിട്ടുള്ള കളറാണ് കാണുന്നത്.